വാരാപ്പുഴയിലെത്തി വഴി ചോദിച്ചിട്ടുള്ളവർ പലരും കേട്ടിട്ടുണ്ടാകാം ഇങ്ങനെ ഒരു മറുപടി. നമ്മുടെ ധർമ്മജന്റെ വീടിന്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ മാറി. വീട് ധർമ്മജന്റെ ആണെങ്കിലും മേൽവിലാസം നാട്ടുകാർക്ക് കൂടി സ്വന്തം. വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ച് വീട്ടുകാരെത്തും മുൻപേ അക്കി വന്നു മുഖം കാണിച്ചു. ഓമനത്തമുള്ള കുഞ്ഞൻ നായ്ക്കുട്ടി. വിരുന്നുകാരെ ആദ്യം വരവേൽക്കാനുള്ള അവകാശം അക്കിയുടേതാണ്. പിന്നാലെ വന്ന ധർമ്മജന്റെ ഭാര്യ അനുജ പറഞ്ഞു. മുറ്റത്തൊരു സൈക്കിൾ മണി മുഴങ്ങി. 2 കവർ പാലുമായി ചിരിയോടെ പ്രിയ താരം കടന്നു വന്നു. സ്വീകരണ മുറിയിലെ ഷെൽഫിൽ നിറയെ ഉണ്ട് ധർമ്മജന് കിട്ടിയ അവാർഡുകളും ചിത്രങ്ങളും. അവയെല്ലാം മനോഹരമായി അടുക്കി വച്ചിരിക്കുന്നു. 2-3 നിമിഷം അവ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും ധർമ്മജൻ ബോൾഗാട്ടി എന്ന കലാകാരന്റെ വളർച്ചയുടെ ജീവചരിത്രം. PC കുമാരന്റെയും മാധവിയുടെയും മകൻ ധർമ്മജൻ. ഇതാണ് എനിക്കെന്നും പ്രിയപ്പെട്ട മേൽവിലാസം. മുളവുകാടാണ് സ്വദേശം. അച്ഛന് കൂലിപ്പണിയായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ. മൈക്ക് അനൗൺസ്മെന്റ് എന്നും എനിക്കും കൗതുകമായിരുന്നു. കുട്ടിക്കാലത്ത് വീടിനടുത്ത പറമ്പിൽ ഒരു യോഗം നടക്കുന്നു. ഞാൻ മൈക്കിനെ നോക്കി, മൈക്ക് എന്നെയും കണ്ടു കാണും. അനുവാദമൊന്നും ചോദിച്ചില്ല, നേരെ എടുത്തങ്ങ് അനൗൺസ് ചെയ്തു. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ പ്രിയ നേതാവ്, നാടിൻ പൊന്നോമന. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കുള്ള എന്റെ അരങ്ങേറ്റം. പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് പകൽ മുഴുവൻ അനൗൺസ്മെന്റ്, രാത്രി പോസ്റ്റർ ഒട്ടിക്കൽ, ചുവരെഴുത്ത്, അങ്ങനെ രസകരമായ പരിപാടികൾ. സേവാദളിന്റെ ജില്ലാ സംസ്ഥാന അംഗമായിരുന്നു ഞാൻ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും സജീവം. കണ്ണു നിറച്ച നഷ്ടം. കളിപ്പാട്ടങ്ങളോ കളർ പെൻസിലുകളോ ഒന്നുമില്ലാത്ത കുട്ടിക്കാലമായിരുന്നു ഞങ്ങളുടേത്. എങ്കിലും ഒന്നു മാത്രം സമൃദ്ധമായിരുന്നു, വായന. അച്ഛൻ ധാരാളം പുസ്തകം വാങ്ങിത്തരും. 10 നല്ല പുസ്തകം വായിച്ചാൽ 10 വരിയെങ്കിലും എഴുതാൻ സാധിക്കുമെന്ന് അച്ഛൻ ഇടയ്ക്കിടെ പറയും. 2018 പ്രളയത്തിന്റെ എന്റെ വീടിന്റെ ആദ്യത്തെ നില വെള്ളത്തിനടിയിലായി. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഞാൻ വീട്ടിൽ നിറങ്ങിയിരുന്നു. എല്ലാം ഒന്ന് ഒതുങ്ങി തിരികെ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് വെള്ളത്തിലും ചെളിയിലും കുതിർന്നു കിടക്കുന്ന പുസ്തകങ്ങളാണ്. എനിക്ക് സഹിക്കാനായില്ല, കരഞ്ഞുപോയി. ഇഷ്ടത്തോടെ ഓടിപ്പോയി ആവർത്തിച്ചു വായിക്കുന്ന പുസ്തകം ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. മുകുന്ദനാണ് നീ സംസാരിച്ചു. മുകുന്ദനാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ. ഇന്നസെന്റും മാമുക്കോയുമുള്ള സെറ്റിൽ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നു. ഇക്കയോട് പലതും പറഞ്ഞ കൂട്ടത്തിൽ മുകുന്ദന്റെ എഴുത്തിനുള്ള ഇഷ്ടവും പറഞ്ഞു. ഇന്നസെന്റ് ഏട്ടൻ